ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. 2 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലൊരു നടപടിയും എടുത്തു കണ്ടില്ല. മറ്റ് നിയമ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനക്കം പോലും കണ്ടില്ല. ദാവൂദ് സാർ, ഞാൻ എം സ്വരാജിൻ്റെ ഒരു കോട്ട് ഒന്ന് കടം കൊള്ളുകയാണ്. ഈ വർത്തമാനകാല ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ മറിച്ചൊരു നിയമ സംവിധാനത്തിൽ നിന്നൊരു നടപടി ഉണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരിക്കലുമില്ല. പക്ഷെ നിയമ സംവിധാനത്തിൽ നിന്നുള്ള എന്തെങ്കിലും നടപടി ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ, ഇത് ഇന്നിപ്പം ഈ സമയമാകുമ്പോഴേക്ക് ഈ പ്രസംഗം പല നിലക്ക് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇത് ഈ കാര്യം കിട്ടും, ഉപകാരം കിട്ടും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുണ പറയുകയാണ്, നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം ഛത്തീസ്ഗഡിൽ പ്രസംഗിക്കുന്നു, ശേഷം ഇവിടെ ടോങ്കിൽ, രാജസ്ഥാനിലെ ടോങ്കിൽ പ്രസംഗിക്കുന്നു. രണ്ടിടത്തും ഇതേ വിഷയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹനുമാൻ ചാലീസ ചൊല്ലാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അനക്ഡോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കർണാടകയിലെങ്ങാണ്ട് ബാംഗ്ലൂരിൽ ഒരാളെ ഇടിക്കുകയോ കുത്തുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ആക്രമിക്കപ്പെട്ട ആൾ ഹനുമാൻ ചാലീസ ചൊല്ലിയിരുന്നു. അപ്പോൾ കോൺഗ്രസ്സാണ് അധികാരത്തിൽ. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ഹനുമാൻ ചാലീസ ചൊല്ലാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പട്ടാമ്പിയിൽ ഒരു സ്ത്രീ, ഒരു യുവതി അവരുടെ പ്രതിശ്രുത വരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെടുകയും അവരുടെ ബോഡി കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് അവൾ എൻ്റെ കാമുകിയാണെന്ന് വിചാരിച്ച ഒരു അന്തം കെട്ടവനാണ് അത് ചെയ്തത്. അപ്പോൾ ഒരാൾക്കിങ്ങനെ പ്രസംഗിക്കാം, പിണറായി വിജയൻ്റെ ഭരണത്തിൽ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലുള്ളൊരു പരിപാടിയാണത്. കർണാടകയിൽ ഒരാൾ ഹനുമാൻ ചാലീസ ചൊല്ലിയതിൻ്റെ പേരിൽ തന്നെ ഒരാൾ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായ വയലൻസ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ബീഹാറിൽ നിന്ന് ഒരു കോട്ടയത്തുള്ള ഒരു പാസ്റ്റർക്ക് ബീഹാറിൽ നിന്ന് കിട്ടിയ ഇടിയണ്ടില്ലേ, അങ്ങനെ സുവിശേഷം പ്രഭാഷണം നടത്തിയതിൻ്റെ പേരിൽ. അപ്പോൾ ഇത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹനുമാൻ ചാലീസ ചൊല്ലാൻ പറ്റില്ല എന്ന് ആരാ പറയുന്നത്? ഒരു പ്രധാനമന്ത്രി. ഛത്തീസ്ഗഡിൽ വെച്ച് ഇന്ന് ശ്രദ്ധിക്കണം, ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അദ്ദേഹം നടത്തിയ പ്രസംഗം, അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ടിപ്പണി വെച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് നടത്തിയ പ്രസംഗങ്ങൾ, ഇതിൽ വേറൊരു ഷിഫ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഇൻ്റലിജൻറ്റ് ഷിഫ്റ്റ്, ഒരർത്ഥത്തിൽ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കമാണ്. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾക്ക് വിഭവങ്ങൾ കൊടുത്തു എന്നാണല്ലോ ഈ ആദ്യ പ്രസംഗത്തിൽ പറയുന്നത്. വിഭവങ്ങളുടെ പ്രാഥമികാധികാരികൾ മുസ്ലിങ്ങളായിരിക്കണം, നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവർക്കും നമ്മളെ സ്വത്തെല്ലാം കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അതിനൊരു അഡീഷൻ വന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുമുതൽ SC STക്കും OBCക്കും കിട്ടേണ്ട അവകാശങ്ങൾ അത് ആർക്ക് കൊടുക്കുകയാണ്? മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയത്തിലൂടെ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതെന്താ കിടക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ, ദലിതുകൾ, OBC, ഇവരുടെ ഒരു വലിയ ഒരു സംഘാടനമാണ് യഥാർത്ഥത്തിൽ ജാതി സെൻസസിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ജാതി സെൻസസിനെ കുറിച്ച് ഇവർ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി ധാരാളമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അതേ ഒരു സാധനം തന്നെയാണ് OBC, ദലിത്, BJP ഉത്തരേന്ത്യയിൽ പ്രാഥമികമായും ഒരു സവർണ പാർട്ടിയായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെയല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ പിന്നോക്ക വിഭാഗങ്ങളെയും ദലിതരെയും സംഘടിപ്പിക്കുക എന്നൊരു രാഷ്ട്രീയ കൗശലം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താണ് അവർ ചെയ്യുക? കണ്ടില്ലേ, 2004 മുതൽ 2004 അവർ ആന്ധ്രാപ്രദേശിൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ ശ്രമിച്ചു. കോടതിയുടെ ജാഗ്രത കാരണം അത് നടപ്പിലാക്കാൻ പറ്റിയില്ല.
SC ST ദലിതർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടാണ് ഇത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ അവർ ശ്രമിച്ചത് എന്നാണ് അവർ. അപ്പോൾ ഈ SC STയുടെയും OBCയുടെയും അവകാശങ്ങൾ കവർന്നെടുത്ത് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംഘമാണ് കോൺഗ്രസ് എന്നാണ് അങ്ങനെ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് യോഗി ആദിത്യനാഥും പറഞ്ഞത്. മുസ്ലിങ്ങൾക്കാണ് പ്രാഥമികാധികാരം, സമ്പത്തിൻ്റെ പ്രാഥമികാധികാരം എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. നോക്കൂ, നമ്മളുടെ ദലിതർ എന്തു ചെയ്യും, OBC എന്തു ചെയ്യും, സ്ത്രീകൾ എന്തു ചെയ്യും, യുവാക്കൾ എന്തു ചെയ്യും, പാവപ്പെട്ടവർ എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അമ്രോഹയിൽ പ്രസംഗിക്കുന്നത്, യോഗി ആദിത്യനാഥ്. അപ്പം ഇത് ഈ വിദ്വേഷ പ്രചാരണം, വിഷപ്രചാരണം, വെറുപ്പ് പ്രചാരണം തുടരുക എന്നുള്ളത് മാത്രമല്ല, അതിനെ ഇൻറ്റൻസിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിന് വേറൊരു എന്താ പറയുക, ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിന് വേണ്ടിയിട്ട് ദലിതുകളെയും OBCകളെയും മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കൂടെ ഇവർ കൊണ്ടുപോവുകയാണ്. അതാണ് ഇന്നത്തെ ഈ ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും UPയിലെ യോഗി ആദിത്യനാഥിൻ്റെയും പ്രസംഗത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു പ്രോജക്റ്റായിട്ട് തന്നെ ഈ ഇലക്ഷനിൽ അവർ സ്വീകരിച്ചിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഇവരുടെ ഒരു ട്വീറ്റ് പുറത്തു വന്നിട്ട് BJP കർണാടക BJPയുടെ ഔദ്യോഗിക ഹാൻഡിൽ വന്നിരിക്കുന്ന ട്വീറ്റാണ്. അതിൽ എഴുതിയിരിക്കുന്നത് കോൺഗ്രസ് മാനിഫെസ്റ്റോ ഓർ മുസ്ലിം ലീഗ് മാനിഫെസ്റ്റോ എന്നാണ്. കോൺഗ്രസ് മാനിഫെസ്റ്റോ ഓർ മുസ്ലിം ലീഗ് മാനിഫെസ്റ്റോ. ഇതിന് താഴെ ബുള്ളറ്റിൻ്റെ നിറം പച്ചയാണ്, ശ്രദ്ധിക്കണം, പച്ച ബുള്ളറ്റ് ഇട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. ഹിജാബ് എൻഫോഴ്സ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോൺഗ്രസ് മാനിഫെസ്റ്റോയിലുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഹിജാബ് എൻഫോഴ്സ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 2 വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ടു മുസ്ലിംസ്. 3 സ്പെഷ്യൽ റിസർവേഷൻസ് ടു മുസ്ലിംസ്. 4 ഫ്രീഡം ടു പ്രാക്ടീസ് പേഴ്സണൽ ലോസ്. 5 മുസ്ലിംസ് ടു ബി ഡയറക്ട്ലി അപ്പോയിൻറ്റഡ് ആസ് ജഡ്ജസ്. ഇതാരാ ഇവിടെ പറഞ്ഞത്? ഇങ്ങനെ കോൺഗ്രസ് മാനിഫെസ്റ്റോയിലും പറഞ്ഞിട്ടുണ്ടോ? മാൻഡേറ്റ് ടു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ടു ഹയർ മുസ്ലിംസ്. ഇങ്ങനെ 1, 2, 3, 4, 5, 6 ബുള്ളറ്റ് ഇട്ടിട്ടാണ്. ഇതാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോയിലുള്ളത്. അത് മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോയിൽ പോലും ഇങ്ങനെയുള്ള ആവശ്യങ്ങളില്ല. എന്നിട്ട് ആൻഡ് മെനി മോർ സച്ച് ഡിവൈസീവ് അജൻഡാസ്. ദ കോൺഗ്രസ് സിനിസ്റ്റർ ഡിസൈൻസ് ആർ ക്ലിയർ. To take away the hard-earned money of Indians to gift it to Muslims. ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യക്കാർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പത്ത് മുസ്ലിങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ് കോൺഗ്രസിൻ്റേതെന്നാണ് പറയുന്നത്. ആ വാചകം ഒന്ന് ഡൈസെക്റ്റ് ചെയ്ത് നോക്കൂ. ഇന്ത്യക്കാർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ മുസ്ലിങ്ങൾ ആരാ? മുസ്ലിങ്ങൾ ഇന്ത്യക്കാരല്ലേ? അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ടല്ലോ. ഇത് ഒരു എന്താ പറയുക, സ്വാതി പ്രാച്ചയുടെ പ്രസംഗമല്ല കേട്ടോ. ഇത് BJP കർണാടകയുടെ വെരിഫൈഡ് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ട്വീറ്റാണ്. They will seize our land, wealth and rights only to gift them to peacefuls. കോട്ട് ആൻഡ് കോട്ട്. പീസ്ഫുൾസ് എന്നാ മനസ്സിലായോ? സമാധാനവാദികൾ. ഈ ഒരു മുസ്ലിങ്ങളെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. In fact, CM സിദ്ധരാമയ്യ ടാഗ് ചെയ്തിട്ടുണ്ട്. CM സിദ്ധരാമയ്യ has already started wealth distribution to Muslims by taking away SC ST funds. ഇത് ശരിക്കുമുള്ള നുണപ്രചാരണമാണ്. കേസെടുക്കേണ്ട കാര്യമാണ്. കർണാടകയിൽ കേസെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് ഇത് BJPയുടെ ഔദ്യോഗിക ഹാൻഡിൽ വന്നിരിക്കുന്ന ഒരിതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അജിംസ് പറഞ്ഞല്ലോ, പ്രോംപ്റ്റർ ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ പ്രസംഗിക്കുള്ളൂ. അതങ്ങനെ തന്നെയാണ്. പക്ഷെ അതേസമയം ഇത് അങ്ങനെയുമല്ല. ഇതൊരു സ്കീമാണ്. ഇതൊരു സ്കീമായിട്ട് തന്നെ നടപ്പിലാക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ സ്കീം നമ്മുടെ മതേതര ഭാരതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയില്ല. നമ്മുടെ ഭാരതത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളൊരു സ്കീമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലം മൊത്തം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനാണോ നമ്മുടെയൊക്കെ വിധി? അങ്ങനെയല്ല. ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേൾക്കേണ്ടി വരും. 2ാം ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട കീ സ്റ്റേറ്റ്സിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അതിലൊരു കീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർണാടക, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര. അതായത് UP പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ UPയിൽ BJP കുറേ കൂടി എഡ്ജുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ UPയിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ല ഒരു സാമ്പിൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ പറയുന്ന വെസ്റ്റേൺ UPയിൽ പെടുന്ന കൈരാന ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു റെസ്പോൺസ് ഉണ്ട് BJP. അത് വളരെ മോശമാണ്. കാരണം ആദ്യഘട്ടത്തിൽ 2019 തെരഞ്ഞെടുപ്പിൽ 70% പോൾ പെർസെൻറ്റേജ് ഉള്ളിടത്ത് ഇത് നേരെ തിരിഞ്ഞ് 64-ലേക്ക് വന്നു.
അതിനർത്ഥം BJP മനസ്സിലാക്കുന്നത് ഒന്ന്, അവരുടെ കോർ വോട്ട് ബാങ്ക് ഒരുതരം വോട്ടർ ഫാറ്റിക് നേരിടുന്നുണ്ട്. ഒരുതരം മടുപ്പുണ്ടല്ലോ, ഏതായാലും ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിലും മോദിജി അധികാരത്തിൽ വരും, അപ്പോൾ പിന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മോദിജി തന്നെ വരും. അതൊരു വോട്ടർ ഫാറ്റിക്, അവരങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. രണ്ട്, ഇവരുടെ ഒരു കേഡറുണ്ട്, BJPയുടെ കേഡർ. മോദിജി ആയിക 400 സീറ്റ് കിട്ടും, പിന്നെ എന്തിനാണ് ഞാൻ അധികം പണിയെടുക്കുന്നത്, ഞാൻ ഇങ്ങനെ ഗലി പോയിട്ട് ഇങ്ങനെ വോട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു ഫാറ്റിക് BJP അനുഭവിക്കുന്നുണ്ട്. അപ്പം അത് മറികടക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അത് മറികടക്കുന്ന എന്ത് വേണം, അവരുടെ കോർ വോട്ട് ബാങ്കിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. അവരുടെ കോർ വോട്ട് ബാങ്കിന് അവരെന്തൊക്കെ കൊടുത്തു എന്ന്, രാമക്ഷേത്രം കൊടുത്തു. അത് എന്തൂസിയാസം ഉണ്ടാക്കുന്നില്ല. രാമക്ഷേത്രം പണിയും എന്ന് പറയുന്നത് പോലെയല്ല, ഞങ്ങൾ പണിതു എന്ന് പറയുന്നു. പണിയും എന്ന് പറയുന്നത് പണിയാൻ വേണ്ടി മോദിക്ക് വോട്ട് ചെയ്യാം, പണിത് കഴിഞ്ഞ കാര്യത്തിന് എന്തിനു വോട്ട് ചെയ്യണം എന്ന് അവരുടെ കോർ വോട്ട് ബാങ്ക് അവരുടെ കേഡേഴ്സും തീരുമാനിക്കും. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ പുൽവാമ ഉണ്ടായിരുന്നു. പുൽവാമ എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലേക്ക് BJP കൊണ്ടുപോയ ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു പുൽവാമ ഇപ്പോഴില്ല. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ഇത് തന്നെ പറയണം. ഇത് പറഞ്ഞാൽ ഇത് പുതിയ വോട്ട് കിട്ടാനോ പുതിയ സീറ്റ് നേടാനോ വേണ്ടിയല്ല, അവരുടെ കോർ വോട്ട് ബാങ്കിനെ നിലനിർത്താനും അവരെ വോട്ട് ചെയ്യിപ്പിക്കാനും വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ലാതെ പുതിയ ആളുകൾ പുതിയ സീറ്റ് കിട്ടാൻ വേണ്ടി പുതിയ വോട്ടർമാർ വരാൻ വേണ്ടിയല്ല, അവരുടെ കോർ വോട്ട് ബാങ്കിനെയും അവരുടെ കേഡേഴ്സിനെയും എന്തൂസിയാസ്റ്റിക് ആക്കാൻ എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഈ പറയുന്ന, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഛത്തീസ്ഗഡിൽ പറയുന്നു, രാജസ്ഥാനിൽ പറയുന്നു, ഈ പറയുന്ന കീ സ്റ്റേറ്റ്സിലാണ് അവരത് പറയുക. അതിന് കർണാടകയിൽ പറയും, ഇനി വന്ന് കർണാടകയിലും പറയും, ഒഡീഷയിൽ പറയും. ഒഡീഷയും അവരെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് പ്രധാനമാണ്. കാരണം ഒഡീഷ ഒന്നൊരു NDA അലൈ അല്ല അവിടെ ഭരിക്കുന്നത്, BJD ബിജു ജനതാദൾ എന്ന് പറയുന്നത്. അതേസമയം BJPക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു സംസ്ഥാനമാണ്, അവിടുന്ന് സീറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പം അത്തരം ഈ പറയുന്ന പ്രധാനപ്പെട്ട കീ സ്റ്റേറ്റ്സ് 6 സ്റ്റേറ്റുകളിൽ ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് അവരുടെ കോർ വോട്ട് ബാങ്കിനെ എനർജൈസ് ചെയ്ത് നിർത്തിയേ പറ്റൂ. അതേസമയം ഈ 6 സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷയുള്ളത്. ഈ 6 സംസ്ഥാനങ്ങളിൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 400 കടത്തും എന്നുള്ളതാണല്ലോ മോദിയുടെ പ്രചരണം. 400 പോട്ടെ, കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് നോക്കുക, അത് 300-ൽ താഴെ ഒരു 270 സീറ്റിലേക്കെങ്കിലും BJPയെ കൊണ്ടുവരാൻ കഴിയുന്നത് ഈ 6 സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വോട്ടുകളാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങളിൽ, അടുത്ത ഫേസുകളിൽ തീർച്ചയായിട്ടും മോദിജിയും യോഗിജിയും അമിത്ജിയും എല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ഡോസ് കൂട്ടാനാണ് സാധ്യത. ഇപ്പോൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ ആദ്യം ഫസ്റ്റ് പേരെടുത്ത് പറഞ്ഞു ഇപ്പോൾ ഈ എന്താണ് ഈ OBC SC/ST സംവരണം എടുത്ത് മുസ്ലിം എന്നല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഖാസ് ജമാഅത്ത് എന്നാണ്, സ്പെഷ്യൽ കമ്മ്യൂണിറ്റി. ഖാസ് ജമാഅത്ത് നിന്ന് ഇവിടെ ഉപയോഗിച്ചു ഛത്തീസ്ഗഡിൽ. ടോങ്കിലെത്തിയപ്പോൾ മുസ്ലിം തന്നെ പറയാം. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഡോസ് കൊടുക്കണം. ഛത്തീസ്ഗഡിൽ അത്ര ഡോസ് ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് അവരത് കൃത്യമായി ചെയ്യുന്നൊരു കാര്യമാണ്. അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, അത് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ അതുകൊണ്ട് അവർക്ക് പുതിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉള്ള സീറ്റ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് മോദിയുടെ ലക്ഷ്യം. അങ്ങനെ സീറ്റ് നഷ്ടപ്പെടും എന്നവർ ഭയക്കുന്നുണ്ട്. ആ ഭയം അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഡർപോക്ക് സാഹിബ് എന്നാണ്. ഡർപോക്ക് എന്ന് വെച്ചാൽ കവാഡ്. ഡർപോക്ക് സാഹിബ് എന്നാണ് ഇപ്പോൾ ട്രെൻഡിങ്. ആ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഭയന്നിരിക്കുന്നു, തോൽക്കുമെന്ന് ഭയന്നിരിക്കുന്നു. 2004 അതേ സിറ്റുവേഷൻ ആവർത്തിക്കുമെന്ന് ഭയക്കുന്നു. 2004 ഇങ്ങനെയായിരുന്നല്ലോ, ഷൈനിങ് ഇന്ത്യ എന്നൊരു ഒരു മുദ്രാവാക്യത്തിൽ വാജ്പേയി അധികാരത്തിൽ വരും. അന്നും ഇത് തന്നെയാണ് സംഭവിച്ചത്. 2004 സംഭവിച്ചതെന്ന് വെച്ചാൽ എന്തായാലും വാജ്പേയി വരും, രണ്ടാമത് BJP സർക്കാർ വീണ്ടും വരും എന്നുള്ളതുകൊണ്ട് അവർ കുറച്ച് അലസരായി മാറി, BJP പ്രവർത്തകർ അലസരായി മാറി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ഏതാണ്ട് ഒരു സെയിം സിറ്റുവേഷൻ 2024-ലും 2004 അതേ സിറ്റുവേഷൻ 2024 20 വർഷത്തിന് ശേഷം ആവർത്തിക്കുന്ന അവർ ഭയക്കുകയാണ്. പക്ഷെ അതിനെ മറികടക്കാൻ ഇത് മാത്രം മതിയോ? അതായത് ഈ വിഷം പറഞ്ഞുകൊണ്ട് മാത്രം മതി. കാരണം 10 വർഷം ഭരിച്ചൊരു ഭരണാധികാരി, അദ്ദേഹത്തിന് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ 10 വർഷം ഇന്ന കാര്യങ്ങൾ ചെയ്തു, നിങ്ങളത് നോക്കൂ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാവും. അവരുടെ ലൈഫിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിനെ എത്ര ഞാൻ മെച്ചപ്പെടുത്തി, നമ്മുടെ ജീവിതത്തിൽ ഇത്ര മാറ്റങ്ങളുണ്ടായിരുന്നു, ഞാൻ ഇത്ര കക്കൂസ് പണിതു, ഇത്ര വീട് പണിതു, അല്ലെങ്കിൽ ഇത്ര ഹൈവേസ് പണിതു, ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ രാമക്ഷേത്രം പണിതു, അല്ലെങ്കിൽ ഞാൻ കക്കൂസ് പണിതു, ഞാൻ ഇത് ഉള്ള കാര്യമാണ്, കക്കൂസ് പണിതുണ്ട്, അതുപോലെ ഹൈവേ പണിത്, ഹൈവേയും പണിതുണ്ട് മോദി. ഇങ്ങനെ പറഞ്ഞിട്ട് പോലും വോട്ട് നേടാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞ് വോട്ട് നേടാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിഭീകരമായി മോദി റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഇന്ത്യൻ സൈക്കിളിൽ നിന്ന്. അതായത് മോദി ബ്രാൻഡ് തന്നെ വിറ്റുപോകുന്നില്ല. ഞാൻ മോദി എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയാറ്. അത് ആവർത്തിക്കുന്നില്ല, അത് ആവർത്തിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രമല്ല, വിഷം പറയേണ്ടി വരുന്നു, വിദ്വേഷം പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ്. അപ്പോൾ ഈ വിഷം വിദ്വേഷവും ഇനിയും അങ്ങോട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.